എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 13 വരെ, അതായത് ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 13 വരെ അതത് സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തുന്നതായിരിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഈ ഒരു 1 അതായത് ഓഗസ്റ്റ് 1 മുതൽ ഓൺലൈനായിട്ടോ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 2024-25 അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, അതായത് IHRD അല്ലെങ്കിൽ CAP, അതുപോലെ LBS അല്ലെങ്കിൽ സ്വാശ്രയ പോളിടെക്നിക് കോളേജ്, അതായത് സെൽഫ് ഫിനാൻസ് പോളിടെക്നിക് കോളേജുകളിൽ 31/7/2024 മുതൽ ആരംഭിക്കുവാനിരുന്ന സ്ഥാപനാടിസ്ഥാനത്തിലുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ 7 മുതൽ, അതായത് ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 13 വരെ അതത് സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 1 മുതൽ, അതായത് 1/8/2024 മുതൽ ഓൺലൈനായിട്ടോ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായിട്ടോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ 1ാം വർഷ ഡിപ്ലോമ ക്ലാസ്സുകൾ, അതായത് 1ാം സെമസ്റ്റർ ക്ലാസ്സുകൾ ജൂലൈ 29 ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനോടെ ഏകദേശം സീറ്റൊക്കെ ഫില്ല് ചെയ്യപ്പെടാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ 1 മുതൽ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വാക്കൻസി പൊസിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ വാക്കൻസി പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വാക്കൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വാക്കൻസി പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലാണ് വാക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ CE, ME, CEE, അതുപോലെ ELT, അതുപോലെ CT എന്നിങ്ങനെയൊക്കെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കോഴ്സിൻ്റെ കോഡുകളാണ്. ആ ഒരു കോഡ് മനസ്സിലാക്കാനായിട്ട് ഡൗൺലോഡ്സിൽ പോയിക്കൊണ്ട്, അതായത് ഈ ഒരു വെബ്സൈറ്റിലെ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും കോഡിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് വരുന്നതാണ്, ഡൗൺലോഡാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഓരോ കോഴ്സിൻ്റെ കോഡും, അതുപോലെ തന്നെ ആ ഒരു എക്സാം ബ്രാഞ്ച് കോഡ്, അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്, അതായത് ആ ഒരു കോഴ്സിൻ്റെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 1 മുതൽ അപേക്ഷ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.